എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, ഒരു വിവാഹത്തിൽ നിന്ന് വധു പിന്മാറി എന്നുള്ളത്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ജീവിതം വളരെയധികം കഷ്ടപ്പാടുള്ളതായിരിക്കും. അതായത് ഇന്നത്തെ കാലത്തെ വിവാഹം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഴയ കാലത്തെ വിവാഹത്തെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശദമായി പറയുന്നില്ല. എങ്കിലും പഴയ കാലത്തെ വിവാഹം പോലല്ല ഇന്നത്തത്, അല്ലേ? എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളുണ്ട് ഇപ്പം ഇന്നില്ലേ? അപ്പോൾ പണ്ടൊക്കെ തലേദിവസമാണ്, കല്യാണത്തിന് തലേദിവസമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം 3-4 ദിവസം മുമ്പേ ചടങ്ങുകൾ അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് അങ്ങോട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരെയും എന്തൊക്കെയോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാർട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം വിവാഹം നടത്താൻ ചിന്തിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് കൺസെപ്റ്റുകളുണ്ട് വിവാഹത്തെക്കുറിച്ച്. അത് അവരുടെ വസ്ത്രമായാലും ആഭരണമായാലും മേക്കപ്പായാലും എന്ത് കാര്യത്തെക്കുറിച്ചും അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റുണ്ട്, ഒരു ലക്ഷ്യവുമുണ്ട്. ഈ ഒരു രീതിയിലേക്ക് എത്തണം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു വിവാഹം നടത്താൻ വരൻ്റെ ആൾക്കാർക്ക് സമ്മതമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ അങ്ങനൊരു വിവാഹം, അല്ലേ? അപ്പം പെൺകുട്ടി അതിൽ പറഞ്ഞിരിക്കുന്ന, ഞാൻ വായിച്ചറിഞ്ഞത്, ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുകയാണ് വിവാഹത്തിന് മുമ്പ്. അപ്പം പയ്യൻ്റെ വീട്ടുകാർ വന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ വിവാഹത്തിന് ധരിക്കുന്ന സ്വർണത്തെക്കുറിച്ചും മറ്റും സംസാരിച്ചു. അപ്പം പെണ്ണും വീട്ടുകാരും പറഞ്ഞു, സ്വർണത്തേന് പുറമെ കുറച്ച് ഇമിറ്റേഷൻ ആഭരണങ്ങൾ, സ്വർണ്ണമല്ലാത്തുള്ള ആഭരണങ്ങളും കൂടി ധരിക്കും. അത് ഈ കല്യാണത്തിന് ഒന്നുകൂടെ ഒരു കളർഫുള്ളാവാൻ എന്നുള്ള രീതിയിലായി ധരിക്കും എന്നുള്ളത്. കാരണം ഇപ്പം ഒരുപാട് മോഡൽസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ ധരിക്കും. പക്ഷേ അത് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പ്രശ്നമായപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു ഒത്തുതീർപ്പ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അപ്പോൾ വിവാഹം 2 ദിവസം കഴിഞ്ഞ കല്യാണമാണ്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഈ വിവാഹം വേണ്ട. കാരണം എൻ്റെ ഇഷ്ടത്തിനൊരു ആഭരണമോ വസ്ത്രമോ ധരിക്കാൻ സമ്മതിക്കാത്ത പയ്യൻ്റെ വീട്ടുകാർ നാളെ എന്തൊക്കെയായിരിക്കും കാണിച്ചു കൂട്ടുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് അതും ഇതും ആയിക്കഴിഞ്ഞിട്ട് എന്തിനാണ് ജീവിതം നശിപ്പിക്കുന്നത്? പെൺകുട്ടി എടുത്ത് വളരെ ഉചിതമായിട്ടുള്ള തീരുമാനമാണ്. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പം ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പണവും കുറച്ച് സ്വർണ്ണമൊക്കെ കല്യാണ ആവശ്യത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം തിരിച്ചു കൊടുക്കണമെന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും എന്താണ് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കണമെങ്കിൽ എന്തെല്ലാം കടമ്പകളാണ്. അപ്പം അതായത് പയ്യൻ്റെ വീട്ടുകാർക്കൊന്നും അറിയണ്ട, കല്യാണം നടത്താൻ വേണ്ടിയുള്ള കാശ് വരെ പെണ്ണിൻ്റെ വീട്ടുകാർ പയ്യൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണമെന്നുള്ളതാണ്, അല്ലേ? നേരെ തിരിച്ചല്ലേ ചെയ്യേണ്ടത്? ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല, നേരെ തിരിച്ച്. ഇത് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചിലവുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞ് അഡ്വാൻസായിട്ട് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് കല്യാണം നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു മോശമായൊരു കാര്യമല്ലോ, മോശമായൊരു അവസ്ഥയാണ് അത് കാണിക്കുന്നത്, അല്ലേ? അപ്പം പെണ്ണിൻ്റെ വീട്ടുകാരപ്പോൾ അത്ര കാശുള്ളവരാണോ എല്ലാവരും? അല്ലേ? അവർക്കും ഇല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലേ? ഒരു പെണ്ണിൻ്റെ കല്യാണം എന്ന് പറയുമ്പം സ്വർണ്ണ ആഭരണം, പിന്നെ സദ്യവട്ടങ്ങൾ, ചിലവുകളൊക്കെ ഇഷ്ടം പോലാണ്, ലക്ഷങ്ങൾ ചിലവാക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ചിലവാക്കി അവരുടെ എല്ലാവരുടെയും കൈ കാണണമെന്നില്ല. അപ്പം വല്ല ലോണോ കടവോ ഒക്കെ വാങ്ങിച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും ഒരു പങ്ക് നേരത്തെ തന്നെ പയ്യൻ്റെ വീട്ടുകാർ വാങ്ങിക്കുക. മിക്കവാറും അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്ത് കല്യാണം നടത്താറുണ്ട്. കാരണം അത് പിന്നീടായാലും ഈ പെൺകുട്ടിക്കുള്ളതാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇവരും കൊടുത്തു. പക്ഷേ
എന്താണ് നിസ്സാരം കുറച്ച് ആഭരണങ്ങൾ, മറ്റുള്ള ആഭരണങ്ങൾ അണിയുന്നതിൽ ആർക്കെന്താണ് പ്രശ്നം? ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളോർക്കും ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കുന്നത്. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിലെ പെൺകുട്ടികൾ തന്നെ ധരിക്കുന്ന ആഭരണങ്ങൾ കാണാം, ഭയങ്കര ഹെവി ആയിട്ടുള്ളതും. നമുക്ക് സ്വർണ്ണം, എനിക്ക് പക്ഷേ ഞാനത് സ്വർണ്ണമായിരിക്കും, പക്ഷെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് സ്വർണ്ണമൊന്നും അല്ല, അങ്ങനെ വലിയ ഇതൊന്നുമുള്ള കൂട്ടത്തിലല്ല. പക്ഷെ ചില പെൺകുട്ടികളുണ്ട് ഉള്ളതുമായിട്ട് കാണിക്കും. എനിക്ക് കൂടുതലൊന്നും ഇട്ട് ഉണ്ട് എന്ന് കാണിക്കണ്ട, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യണ്ട, എനിക്ക് ഒരു മാലയുള്ള ആ ഒറ്റ മാല മതി, ഒരു വളയുള്ള ആ ഒറ്റ വള മതി, ആ ഉള്ളത് ആളുകളെ കാണിച്ചുകൊണ്ട് വിവാഹം നടത്തിയാൽ മതി എന്ന് മനസ്സിൽ കരുതുന്ന പെൺകുട്ടികളും ഉണ്ട്, അങ്ങനെയുള്ള കല്യാണങ്ങളും ഉണ്ട്. അതുപോലുള്ള ഒരുപാട് ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ വേഷത്തിലുള്ള. അപ്പം അതും ഒരു മനസ്സ്, ഇതും ഒരു മനസ്സ് അല്ലേ? ആ പെൺകുട്ടിയുടെ ഇഷ്ടമാണ്, പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വിവാഹത്തിന് ഒരുങ്ങണം, ഏതൊക്കെ ധരിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. കാരണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വീണ്ടും അതുപോലൊരു ചടങ്ങില്ല. അപ്പം ചോദിക്കും രണ്ടാമത് വിവാഹം കഴിയുന്നത്. അപ്പോൾ ഒരിക്കലും ആദ്യത്തെ വിവാഹത്തിൻ്റെ അത്രയും കാര്യങ്ങളൊന്നും രണ്ടാമത്തെ ഒരു വിവാഹത്തിലുണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ ഒരു വിവാഹം എന്ന് പറയുമ്പം ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ആ വിവാഹം എന്ന് പറയുന്നത് അല്ലേ? ഒരുപാട് ആളുകളെ വിളിച്ചു വരുത്തി അല്ലേ, അത്ര ഇതായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പെൺകുട്ടിയുടെ താല്പര്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ടാന്ന് വയ്ക്കുക. കാരണം പിന്നീട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ അവരൊരു കോംപ്രമൈസിന് തയ്യാറായി ശരി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പോയാലും ആ ബന്ധുക്കളുടെയൊക്കെ മനസ്സിലും വീട്ടുകാരുടെ മനസ്സിലൊക്കെ ഈ ഒരു പ്രശ്നം കാണും. ഈ പെൺകുട്ടിയോട് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ചോദിച്ച് വഴക്കുകളുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും അല്ലേ? പക്ഷേ അവിടെ ഒരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടി പറഞ്ഞു അത് എനിക്ക് വേണ്ട, ഇങ്ങനെ സംസാരിച്ചു തോന്നി. പക്ഷേ അവിടെ ഒരു പയ്യൻ്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്തതേയില്ല അല്ലേ? അപ്പം പയ്യന് പറയാമായിരുന്നു എനിക്കിങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടിയെ മതി, പെൺകുട്ടിയുടെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യട്ടെ, കാരണം അവളുടെ വിവാഹമാണ്, ഞങ്ങളുടെ വിവാഹമാണ്, ഞങ്ങൾ ജീവിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം ഞാൻ കണ്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. ഇനി അങ്ങനെ അഭിപ്രായപ്പെട്ടോന്നും അറിയില്ല, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുള്ളതായിട്ട്. അപ്പോൾ പയ്യൻ അങ്ങനെ ഒരു കാര്യം പറയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറില്ലായിരുന്നു. കാരണം അത്തരത്തിൽ ധൈര്യത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അത് അംഗീകരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. ആരുടെ മുന്നിലായാലും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, സമ്മതിച്ചു, പക്ഷേ ജീവിതം ഇവരുടെ രണ്ടുപേരുടെ ആണല്ലോ. അപ്പം പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നവനാണ് എന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും പറഞ്ഞേനെ അവൾ പറഞ്ഞത് ശരിയാണ്, അവൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കട്ടെ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നവർ സമ്മതിച്ചേനെ അയാൾ. അപ്പോൾ അയാളുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തടത്തോളം കാലം അയാളും ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ആ പെൺകുട്ടിയുടെ തീരുമാനം എന്തായാലും ഉചിതമായ തീരുമാനമാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. പണവും മോഹിച്ച് മാത്രം വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ മക്കളെ ആരും കൈപിടിച്ച് കൊടുക്കരുത്. അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ മോശം അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ശരിയല്ലേ?